വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവത്താൽ എനിക്ക് ഒരുക്കപ്പെട്ട അവസരം ഒരു വലിയ ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും കരുതുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ നിൽപ്പാൻ എനിക്ക് അവസരമൊരുക്കിയ കർത്തൃദാസനോട് പ്രതികാലുള്ള നന്ദി പ്രാരംഭമായിട്ട് രേഖപ്പെടുത്തുന്നു. വന്നുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷിച്ച് വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയനായ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ തൻ്റെ കുടുംബം ഒരിക്കൽ കൂടി ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തെ വളരെ സന്തോഷത്തോടെ ഓർക്കുകയും കർത്താവിൻ്റെ ദാസനെ വിശേഷിച്ച് ഹൃദയംഗമായിട്ട് ഞാൻ വന്ദനം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ സ്നേഹിതൻ സഹോദരൻ ബ്രദർ ജോമോനെ ഒരിക്കൽ കൂടെ കാണുവാൻ ദൈവം അവസരമൊരുക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുമ്പ് ധാരാളം തവണകൾ ഒരുമിച്ച് ആയിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ കൊമ്പനാട് പാർത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇതിന് മുമ്പ് ചില തവണകൾ അവിടെ വന്ന് പകലും രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ദിന സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ആയിരിക്കാനും ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. ഈ കൂട്ടായ്മയെക്കുറിച്ച് അദ്ദേഹം എന്നോട് ഓർപ്പിച്ച ദിവസം മുതൽ മാനസികമായി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനും തയ്യാറാകുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി. ഒരു ചിന്ത ഈ പകൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗത്തിൽ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലും കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ രാത്രിയിലും നിങ്ങൾക്കൊപ്പം ദൈവവചനവുമായിട്ട് ഞാനുണ്ട്. ഒരു വിഷയത്തിൽ തന്നെ ഈ പകലും രാത്രിയിലും നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കണം. പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗ്രേസ് റേഡിയോ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ചാനൽ വീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ആന്തരിക സൗഖ്യത്തിനും ആത്മീയ വിടുതലിനും ഈ മീഡിയയിലൂടെ നടത്തപ്പെടുന്ന യോഗങ്ങൾ, വചന പ്രഭാഷണ പരമ്പരകളൊക്കെ മുഖാന്തരമായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഈ മീഡിയയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കർത്തൃദാസന്മാരുടെ ശുശ്രൂഷകൾ കേൾക്കുവാനും അനുഭവിപ്പാനും സന്തോഷം പ്രാപിപ്പാനും ഒക്കെ കർത്താവിനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഓഫ്ലൈനിലും ഓൺലൈനിലുമൊക്കെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ ചില വേദഭാഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യം പരസ്യമായും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ.
സകലവിധ ദോഷവും വിട്ട് അകലുവീൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠം അടുത്തു വരുന്നു. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം വേറെ 10,000 നിമിഷങ്ങളെക്കാൾ ഉത്തമമാണ്. ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ പാദാരവിന്ദം അണയുകയാണ്. നിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെ കഴിഞ്ഞും മൂർച്ചയേറിയ വാളാണ്. ഞങ്ങളെ ചെത്തണമേ, ഞങ്ങളെ വെടിപ്പാക്കണമേ. അധികം ഫലം കായ്ക്കേണ്ടതിന് വചനം ഇന്ന് പകൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. മീഡിയയിലൂടെ കേൾവിക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ഈ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ തിരുവെഴുത്തിലൂടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണം. അങ്ങേക്ക് ഹിതമില്ലാത്ത ഒരു വാക്കുപോലും നാവിൽ നിന്നും പുറത്തു വരരുത്. ദൈവഹിതത്തിൽ ഞങ്ങൾ മറയുന്നു. തൃപ്തരാക്കി ഞങ്ങളെ മടക്കി അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങളായിരിക്കാം. ഈ പകലത്തെ തിരുവെഴുത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച വേദഭാഗങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വേദഭാഗം നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് കരുതുന്നു. ചില ദിവസങ്ങളായി ഈ വേദഭാഗത്തെ ആസ്പദീകരിച്ച് പലയിടങ്ങളിൽ ഞാൻ ദൈവവചനം പ്രബോധിപ്പിച്ച് വരികയാണ്. ചില നാളുകളായിട്ട് തെസ്സലോനിക്ക ലേഖനത്തെ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് എനിക്ക് അവസരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാത്മീക നിയോഗം എന്ന വണ്ണം ദൈവനെ അയക്കുന്ന ഇടങ്ങളിലെല്ലാം തുടർമാനമായിട്ട് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഞാൻ ധ്യാനിച്ച് സംസാരിച്ചു വരികയാണ്. ഇന്ന് പകലിലും നിങ്ങളെ വഹിച്ച് സ്തോത്രം ചെയ്തപ്പോൾ ഇവിടെ പ്രബോധിപ്പിക്കുവാൻ എനിക്ക് നിയോഗം ലഭിച്ചത് ഈ തെസ്സലോനിക്ക ലേഖനം തന്നെയാണ്. അപ്പോൾ ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് തെസ്സലോനിക്ക ലേഖനം ധ്യാനിക്കാൻ പോകുകയാണ്. തെസ്സലോനിക്ക ലേഖനം ശാന്തമായിട്ട് നാം ധ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ വളരെ ആഴമേറിയ, വളരെ അർത്ഥവത്തായ ഒരു ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. നിശ്ചയമായും ദൈവസഭ ലേഖനങ്ങൾ വായിക്കണം. കാരണം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എല്ലാ ലേഖനങ്ങളും. അതുകൊണ്ട് എല്ലാ ലേഖനങ്ങളും സമയം കണ്ടെത്തി പുതിയ നിയമവിശ്വാസികളായ നമ്മൾ നിർബന്ധമായും വായിച്ചിരിക്കണം. പുതിയ നിയമസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും മാത്രമല്ല. പുതിയ നിയമസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് ലേഖനത്തിൻ്റെ കൃത്യമായ, വ്യക്തമായ ഉപദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ലേഖനങ്ങൾ വായിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നതിന് മുൻപായി ഈ ലേഖനത്തെക്കുറിച്ച് ആമുഖമായി 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. ഒന്ന്, ധന്യനായ പൗലോസ് ഈ ലേഖനം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതാനുണ്ടായ സാഹചര്യം.
2, ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ലക്ഷ്യങ്ങൾ. 3, ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ശാന്തമായിട്ട് ഒന്ന് ധ്യാനിച്ച് ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏത് ലേഖനവും എഴുതാനുണ്ടായതിൻ്റെ പിമ്പിൽ മനോഹരമായ ഒരു പശ്ചാത്തലമുണ്ട്. വെറുതെ എഴുതിയതല്ല ലേഖനങ്ങളൊന്നും. ഏത് ലേഖനവും എഴുതുമ്പോൾ ആ എഴുതുന്ന ലേഖനത്തിലൂടെ എഴുത്തുകാരന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഏത് ലേഖനത്തിനകത്തും ഗംഭീരമായ ഒരു പ്രതിപാദ്യ വിഷയമുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഞാൻ ഉറപ്പു തരാം, നാം വായിക്കുന്ന ഏത് ലേഖനവും നിഷ്പ്രയാസം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോൾ അല്പനിമിഷം നാം ഒരുമിച്ച് തെസ്സലോനിക്ക ലേഖനം ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. 1, ഏത് സാഹചര്യത്തിലാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ഈ പ്രഥമ ലേഖനം എഴുതുന്നത്? 2, ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള തൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? 3, ഈ ലേഖനത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തൊക്കെയാണ്? ഇത് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഞാൻ ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തല ഭാഗം പരിശോധിച്ചപ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് ഈ പൗലോസ് ഈ ലേഖനം എഴുതുവാൻ വളരെ സുന്ദരമായ ഒരു പശ്ചാത്തലമുണ്ട്, സാഹചര്യമുണ്ട്. ഒന്ന് കേൾക്കണം. പൗലോസ് തൻ്റെ 1ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക സന്ദർശിക്കുന്നത്. 1ാമത്തെ മിഷണറി യാത്രയിൽ 1ാമത്തെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് അവിടെ ഏറെക്കാലം താമസിച്ചില്ല. ഈ തെസ്സലോനിക്കയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. ഒരു വ്യക്തിയുടെ പേര് ഒരു സ്ഥലത്തിൻ്റെ പേരായ പ്രതിഭാസമാണ് തെസ്സലോനിക്ക. വളരെ മനോഹരമായ പേരാണ് തെസ്സലോനിക്ക, അല്ലേ? പറയാൻ എത്ര സുന്ദരമാണ് തെസ്സലോനിക്ക. എനിക്ക് 14 ലേഖനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് തെസ്സലോനിക്ക. 3 പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക്. 3ാമത്തെ മോൾക്ക് തെസ്സലോനിക്ക എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവർ വേറെ ഏതോ പേര് വീട്ടുകാരിട്ടു. എങ്കിലും ആ പേര് എൻ്റെ മനസ്സിലുണ്ട്. ഇടയ്ക്ക് ഞാൻ അവളെ കയ്യിലെടുത്ത് തെസ്സലോനിക്ക എന്നൊക്കെ വിളിക്കാറുണ്ട്. വളരെ മനോഹരമായൊരു പേരാണ് തെസ്സലോനിക്ക എന്ന് പറഞ്ഞേ. അത് തന്നെ. അപ്പോൾ ഈ തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തിൻ്റെ പേരല്ല, ഇതൊരു വ്യക്തിയുടെ പേരാണ്. ഏത് വ്യക്തിയുടെ പേരാണ്? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്നേഹസമ്പന്നയായ സഹോദരിയുടെ പേരാണ് തെസ്സലോനിക്ക. ആരാണ് അലക്സാണ്ടർ? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 32ാമത്തെ വയസ്സിൽ സൈന്യബാഹുല്യം കൊണ്ട് ലോകത്തിൻ്റെ പകുതി വെട്ടിപ്പിടിച്ച് അടക്കിയ, ലോകം കണ്ട ഏറ്റവും ധീരനായ, കരുത്തനായ, ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? അലക്സാണ്ടർ. അയാളുടെ സ്നേഹസമ്പന്നയായ സഹോദരിയുടെ പേരാണ് തെസ്സലോനിക്ക. ഈ തെസ്സലോനിക്കയുടെ ഭർത്താവായ കസാണ്ടർ, അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ അളിയനായ കസാണ്ടർ, ഒരിക്കൽ ചൂടുറവ എന്ന പേരിൽ അറിയപ്പെടുന്ന തെർമ പട്ടണത്തെ പിടിച്ചടക്കി. ഏറെക്കാലം കഴിയും മുമ്പ് അയാൾ ഈ തെർമ പട്ടണത്തെ ഒന്ന് നവീകരിച്ചു, പുതുക്കിപ്പണിതു. എന്നിട്ട് ആ പുതുക്കിപ്പണിത തെർമ പട്ടണത്തിന് തൻ്റെ ഭാര്യയുടെ പേരായ നാമകരണം അങ്ങോട്ട് നൽകി. എന്ത്? തെസ്സലോനിക്ക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഉന്നതനായ ഒരു മനുഷ്യൻ, പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ജെന്റിൽമാനായ ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യയുടെ മധുരമുള്ള ഓർമ്മയ്ക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത മനോഹരമായ പട്ടണമാണ് ഏത്? തെസ്സലോനിക്ക. ഒത്തിരി പ്രത്യേകത ഈ പട്ടണത്തെക്കുറിച്ച് പറയാനുണ്ട്. സ്നേഹസമ്പന്നന്മാരെ ആളുകളാണ് അവിടെ.
വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് അവിടെ. ദയയുള്ള സംസ്കാര സമ്പന്നന്മാരായ ആളുകളാണ് അവിടെ. വെള്ളി കുടിച്ചെടുക്കുന്ന ധാരാളം ഖനികൾ തെസ്സലോനിക്കയിലുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ ദേമാസ് എന്ന മനുഷ്യൻ പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയത്. അപ്പൊ ഈ പ്രത്യേകതകൾ ധാരാളമുള്ള സുന്ദരമായ തെസ്സലോനിക്കയിലേക്ക് പ്രേക്ഷിത ദൗത്യമായിട്ട് പൗലോസ് പ്രയാണം ചെയ്യുന്നത് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ്. കൂടെ വരണം. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് ഏറെക്കാലം അവിടെ പാർത്തില്ല. അവിടെ പാർക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് കേവലം 30 ദിവസമാണ്. 30 ദിവസം എന്ന് പറയുമ്പോൾ 1 മാസം. ഒറ്റ മാസം മാത്രമേ തെസ്സലോനിക്കയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെലവഴിക്കാൻ പൗലോസിന് സമയം ലഭിച്ചുള്ളൂവെങ്കിലും ഈ 1 മാസം തെസ്സലോനിക്ക പൗലോസിന് സമ്മാനിച്ച ഓർമ്മകൾ വിശദീകരണങ്ങൾക്കപ്പുറമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. 1 മാസം മാത്രമേ പൗലോസ് തെസ്സലോനിക്കയിൽ പാർത്തുള്ളൂവെങ്കിലും ഒറ്റ മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പൗലോസിന് സ്നേഹവും ആഴമായ വാത്സല്യവും തോന്നി. അതെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് പട്ടണങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് സഭകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഉള്ളവരോടൊന്നും തോന്നാത്ത സ്നേഹവും ആഴമായ വാത്സല്യവും കേവലം 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നി. ആ സ്നേഹത്തെക്കുറിച്ച്, ആ വാത്സല്യത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഈ ലേഖനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരമൊഴിയായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരുപാടിടങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം പൗലോസിന് തോന്നി. അതിൻ്റെ കാരണം എന്നാ? ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം കേവലം 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നാനുള്ള കാരണം എന്നാണ്? ആ കാരണം നമ്മളൊന്ന് കേൾക്കണം. നമുക്ക് ആ കാരണം ബാധകമാണ്. 3 കാരണമുണ്ട്. ഒന്ന്, അവർ വെച്ചു കൊടുത്ത ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ല. നല്ല ശാപ്പാടാണ് അവരുണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് ആഴമായ അല്ലല്ല. അവർ പാർക്കുവാൻ കൊടുത്ത പാർപ്പിട ക്രമീകരണത്തിൻ്റെ വിശാലതയല്ല, അവർ കൊടുത്ത സമ്മാനദാനങ്ങളോ അവർ കൊടുത്ത സമ്പത്തോ അല്ല. ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പൗലോസിന് തോന്നാനുള്ള 3 കാരണം ഒന്ന് കേൾക്കണേ. 1, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ വിശ്വാസം. 2, അവരുടെ പ്രത്യാശ. 3, അവരുടെ സ്നേഹം. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പൗലോസിന് തോന്നാൻ അതിപ്രധാനമായ 3 കാരണമുണ്ട്. 1, അവരുടെ സ്നേഹം. 2, അവരുടെ പ്രത്യാശ. 3, അവരുടെ വിശ്വാസം. അപ്പോൾ വളച്ചുകെട്ടില്ലാതെ മറയില്ലാതെ തുറന്ന് കാര്യം പറയാം. തെസ്സലോനിക്കയിലുള്ള പ്രിയപ്പെട്ടവർ 3 കാര്യത്തിൽ സമ്പന്നരായിരുന്നു. 1, വിശ്വാസത്തിൽ. 2, സ്നേഹത്തിൽ. 3, പ്രത്യാശയിൽ. ആമേൻ. ഈ 3 കാര്യത്തിൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ സമ്പന്നരായിരുന്നത് കൊണ്ട് 1 മാസം കൊണ്ട് ചെറിയ വാത്സല്യമല്ല, ആഴമായ വാത്സല്യം അവരോട് തോന്നി. ഇന്ന് പകൽ ഇതിനകത്ത് എന്നെ ആരാധിക്കുന്ന, എന്നെ കേൾക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവിക പ്രത്യാശയിലും ഞാനും നിങ്ങളും സമ്പന്നരാണെങ്കിൽ ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം പൗലോസിനല്ല, പത്രോസിനല്ല, യാക്കോബിനോ യോഹന്നാനോ അല്ല. ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം സർവശക്തനാകുന്ന കർത്താവിന് നമ്മോട് തോന്നും. ആമേൻ. ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം നിന്നോട് ദൈവത്തിന് തോന്നണമെങ്കിൽ, ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം നമ്മോട് ദൈവത്തിന് തോന്നണമെങ്കിൽ, ആരോടും തോന്നാത്ത ആഴമായ സ്നേഹവും അടുപ്പവും നമ്മോട് ദൈവത്തിന് തോന്നണമെങ്കിൽ 3 കാര്യത്തിൽ നാം ശക്തരായിരിക്കണം. 3 കാര്യത്തിൽ നാം സമ്പന്നരായിരിക്കണം. 1, അവനോടുള്ള വിശ്വാസത്തിൽ. 2, അവനോടുള്ള പ്രത്യാശയിൽ. 3, അവൻ്റെ സ്നേഹത്തിൽ. ഈ 3 കാര്യത്തിൽ നാം സമ്പന്നരാണെങ്കിൽ
ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം ദൈവത്തിന് നമ്മോട് തോന്നും. ആമേൻ. കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ ഇതിനകത്തന്നെ കേൾക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഭൗതിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, സാമ്പത്തിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, ശാരീരിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, അങ്ങയോടുള്ള പ്രത്യാശയിൽ, അങ്ങയോടുള്ള വിശ്വാസത്തിൽ, അങ്ങയോടുള്ള സ്നേഹത്തിൽ എന്നെ സമ്പന്നനാക്കണമേ എന്ന് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ഒരു മാസം മാത്രമേ തെസ്സലോനിക്കയിൽ പൗലോസ് പാർത്തുള്ളൂവെങ്കിലും ഒരു മാസം കൊണ്ട് ആരോടും തോന്നാത്ത ആഴമായ വാത്സല്യം തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പൗലോസിന് തോന്നി. ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഒരു മാസം കഴിഞ്ഞപ്പോൾ തെസ്സലോനിക്കയിൽ നിന്നും പൗലോസിന് കൊരിന്തിലേക്ക് പോകണം ശുശ്രൂഷയ്ക്കായിട്ട്. എവിടേക്ക്? കൊരിന്തിലേക്ക്. എനിക്ക് ഈ പകലത്തെ യോഗം കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് റാന്നി പോകണം. മറ്റൊരു യോഗമുണ്ട്. ഞാൻ ഇന്നലെ പാസ്റ്ററോട് പറഞ്ഞു, തീർന്ന ഉടനെ പോകണം. ഉച്ച കഴിഞ്ഞട്ടെ. ഇതുപോലെ ഒരു മാസം തെസ്സലോനിക്കയിൽ പാർത്ത് ശുശ്രൂഷിച്ചനന്തരം ഒരു മാസം കഴിഞ്ഞപ്പോൾ പൗലോസിന് തെസ്സലോനിക്കയിൽ നിന്ന് എവിടേക്ക് പോകണം? കൊരിന്തിലേക്ക് പോകണം. യാത്രയ്ക്കുള്ള ചിട്ടവട്ടങ്ങളെല്ലാം തയ്യാറാക്കി. യാത്രയയപ്പ് മീറ്റിംഗ് വരെ സംഘടിപ്പിച്ചു. എല്ലാ ക്രമീകരണങ്ങളും കൊരിന്തിലേക്ക് പോകാൻ താൻ ചെയ്തു. പക്ഷേ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ പൗലോസിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഡ്രസ്സെല്ലാം അടുക്കിയെന്ന് തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. യാത്രയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. തെസ്സലോനിക്കയിലുള്ള പ്രിയപ്പെട്ടവരെ വിളിച്ചുകൂട്ടി യാത്രയപ്പ് മീറ്റിംഗ് വരെ വെച്ചു. അടുത്ത ദിവസം കൊരിന്തിലേക്ക് പോകാൻ തയ്യാറാവുന്നു. പക്ഷേ ഒരു കാരണവശാലും തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്നാണ്? ആദ്യം ഞാൻ പറഞ്ഞു, അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ സ്നേഹം. നമ്മുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവർ നമ്മെ വിട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ കൂടിവരവൻ്റെ നടുവിൽ വ്യാപരിക്കണം. അത് ഹൃദയംഗമായി ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഹൃദയംഗമായി ഞാൻ ഈ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശുശ്രൂഷയ്ക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്ന പ്രിയപ്പെട്ടവരാരാണെങ്കിലും ശുശ്രൂഷ കഴിഞ്ഞിവിടം വിട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കണം. അവരെ വിട്ട് തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിലേക്ക് പോകാൻ പൗലോസിന് മനസ്സ് വരുന്നില്ല. കാരണം അവരുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ, നിഷ്കളങ്കമായ പ്രത്യാശയെ, ആ വിശ്വാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ പോയല്ലേ പറ്റൂ, നിയോഗമല്ലേ. ഒരു വൃക്ഷം പറിച്ചെടുക്കുന്നത് പോലെ അവരിൽ നിന്നും മനസ്സ് പറിച്ചെടുത്ത് അവരോട് യാത്ര പറഞ്ഞ് തെസ്സലോനിക്കയിൽ നിന്നും പൗലോസ് എവിടേക്ക് പോയി? കൊരിന്തിലേക്ക് പോയി. തെസ്സലോനിക്കയിൽ നിന്നും യാത്ര ചെയ്ത് കൊരിന്തിൽ പാർത്ത് അവിടെ ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ മുഴുവൻ ആരെക്കുറിച്ചുള്ള ഓർമ്മകളാണ്? തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള നിറഞ്ഞ ഓർമ്മകളാണ്. ആ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ധ്യാനത്തിലുമെല്ലാം കൊരിന്തിൽ പാർക്കുമ്പോൾ പൗലോസിന്റെ അകത്തു മുഴുവൻ തെസ്സലോനിക്കയിലുള്ള സ്നേഹസമ്പന്നരായ, പ്രത്യാശ സമ്പന്നരായ, വിശ്വാസ സമ്പന്നരായ ദൈവമക്കളെ കുറിച്ചുള്ള നിറഞ്ഞ ഓർമ്മകളാ. ഓർമ്മകൾ വല്ലാതെ അകത്തങ്ങോട്ട് ഓളം വെട്ടിയപ്പോൾ പൗലോസിന്റെ അകത്തൊരാഗ്രഹം, എനിക്കൊന്നുകൂടെ എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക് പോകണം. പക്ഷേ ഇന്നത്തെ പോലെ യാത്രയ്ക്കുള്ള സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ല. പെട്ടെന്ന് പോകാനൊന്നും പറ്റത്തില്ല.
പക്ഷേ ഒന്നുകൂടെ തെസ്സലോനിക്കയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് വല്ലാത്ത ആഗ്രഹം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം തന്നെ അനുവദിക്കുന്നില്ല. ഉടനെ പുള്ളി ഒരു കാര്യം ചെയ്തു. തനിക്കൊരു മകനുണ്ട്. തൻ്റെ ചോരയിൽ പിറന്ന മകനല്ല, താൻ ജനിപ്പിച്ച മകനല്ല, മറിച്ച് ഇതുപോലൊരു മിഷണറി യാത്രയിൽ തനിക്ക് കിട്ടിയൊരു മകൻ ചേർത്തങ്ങോട്ട് നിർത്തി വിശ്വാസത്തിൻ്റെയും ശുശ്രൂഷയുടെയും ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്നൊരു മകൻ. ആ മകൻ ആരാന്നറിയാമോ? ആ മകൻ്റെ അമ്മ വിശ്വാസത്തിലാണ്, ആ മകൻ്റെ വല്യമ്മ വിശ്വാസത്തിലാണ്. ആ മകൻ്റെ പേരിൽ 2 ലേഖനങ്ങളുണ്ട്, പ്രസിദ്ധമായ 2 ലേഖനങ്ങൾ. ഇനി ആ മകൻ്റെ പേര് ഞാൻ പറയാം. അത് മറ്റാരുമല്ല, സാക്ഷാൽ തിമത്തിയോസ്. തൻ്റെ മകനായ തിമത്തിയോസിനെ വിളിച്ചു. എങ്ങനെ വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കത്ത് കൊടുത്തായിരിക്കാം, എഴുത്തു കൊടുത്തായിരിക്കാം, എങ്ങനെയുമാകട്ടെ വിളികേട്ട തിമത്തിയോസ് സമയം ഒത്തിരി കഴിയും മുമ്പ് വിളിപ്പുറത്തോടി പൗലോസിന്റെ മുമ്പിൽ വന്നു. തൻ്റെ വിളിപ്പുറത്തോടി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ വാത്സല്യ മകനോട് പൗലോസ് പറയുക, മോനെ, ഞാൻ നിന്നെ വിളിപ്പിച്ചതൊരു പ്രധാന കാര്യം പറയാനാ. എന്താ? പിന്നിട്ട 1 മാസം ഞാൻ തെസ്സലോനിക്കയിലായിരുന്നു. സ്നേഹസമ്പന്നരായ, പ്രത്യാശാസമ്പന്നരായ, വിശ്വാസ സമ്പന്നരായ ദൈവമക്കളാണ് അവിടെയുള്ളവർ. അവരുടെ ഇടയിൽ പാർത്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ച് അവരെ ദൈവവചനം പഠിപ്പിച്ച് എനിക്ക് മതി വന്നില്ല. ഞാൻ ഈ കൊരിന്തിലേക്ക് വേഗത്തിൽ പോകേണ്ടി വന്നു. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും അവരുടെ ഇടയിലേക്ക് പോകാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം. പക്ഷേ എൻ്റെ സാഹചര്യം എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഉടനെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തിമത്തിയോസ് പൗലോസിനോട് ചോദിക്കുക, പിതാവേ, ഞാൻ എന്താണ് വേണ്ടിയത്? ഞാൻ എന്താ വേണ്ടിയത്? പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു, നീ ഒരു കാര്യം മാത്രം ചെയ്യണം. എന്താ? നീ തെസ്സലോനിക്കയിലേക്ക് എനിക്ക് പകരം പോകണം. എത്ര വികാരനിർഭരമായ ഒരു രംഗമാണെന്ന് അറിയാമോ അത്? ആമേൻ. ഞാൻ എന്തു വേണമെന്ന് ചോദിച്ച പൗലോസിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന തൻ്റെ വാത്സല്യ മകനായ തിമത്തിയോസിനോട് പൗലോസ് പറയുക, നീ ഒരു കാര്യം മാത്രം ചെയ്യണം. എനിക്ക് പകരം നീ എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക് പോകണം. എന്തിനാ? തെസ്സലോനിക്ക കാണാനല്ല, അവർ തരുന്ന ഭക്ഷണം കഴിക്കാനല്ല, അവരുമായി കുറെ കാലം പാർക്കാനല്ല, മറിച്ച് ഞാൻ അവരെ പഠിപ്പിച്ചതുപോലെ അവരെ വചനം പഠിപ്പിക്കേണ്ടതിന്, ഞാൻ അവരെ പ്രബോധിപ്പിച്ചതുപോലെ അവരെ പ്രബോധിപ്പിക്കേണ്ടതിന്, ഞാൻ അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചതുപോലെ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കേണ്ടിയതിന്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് എനിക്ക് പകരം തേജസ്സേറിയ ശുശ്രൂഷയുമായി നീ എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക് പോകണം. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ. ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിലും ഇതിനകത്തും എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, പൗലോസിനെ തിമത്തിയോസിനെ പൗലോസാക്കിയ സ്ഥാനത്ത്, തിമത്തിയോസിനെ ദൈവമാക്കിയ സ്ഥാനത്ത് അവൻ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായപ്പോൾ എന്താ സംഭവിച്ചത്? പൗലോസിന്റെ പകരക്കാരനായി തേജസ്സേറിയ ഒരു ശുശ്രൂഷയ്ക്ക് അവനെ ദൈവം തെസ്സലോനിക്കയിലേക്ക് അയച്ചെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, തമ്പുരാനാക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നാൽ തേജസ്സേറിയ പുത്തൻ ദൗത്യമായി ഇന്നുവരെ ചെന്നിട്ടില്ലാത്ത പുതിയ ചില മേഖലകളിലേക്ക് നമ്മെ പുറപ്പെടുവിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വചനത്തിലൂടെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ അല്പനിമിഷം കരങ്ങൾ തട്ടി ആത്മാവിനൊന്ന് ബലപ്പെടാം. ഓ, ചിലരോട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഹൃദ്യമായി ഇടപെടുകയാ, ഇന്ന് പകൽ വ്യക്തമായി ഇടപെടുകയാണ്. അത് പറയാൻ ഒന്നുകൂടെ എനിക്ക് പ്രേരണ വരികയാണ്. തിമത്തിയോസിനെ പൗലോസാക്കിയ സ്ഥാനത്ത്, തിമത്തിയോസിനെ സർവോപരി ദൈവമാക്കിയ സ്ഥാനത്ത് അവൻ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായപ്പോൾ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് പൗലോസിന്റെ പകരക്കാരനായി തിമത്തിയോസിനെ ആത്മാവ് തെസ്സലോനിക്കയിലേക്ക് അയച്ചെങ്കിൽ, തമ്പുരാൻ നമ്മെ ആക്കുന്ന മേഖലകളിൽ വിശ്വസ്തനായി നിന്നാൽ നാം ചിന്തിച്ചിട്ടില്ലാത്ത പുത്തൻ മേഖലകളിലേക്ക് നമ്മെ പുറപ്പെടുവിപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഇതുവരെ പോയിട്ടില്ലാത്ത മേഖലകളിൽ പോകാൻ കൊതിയുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഇതുവരെ നിന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ തിരുവചനവുമായി നിൽക്കുവാൻ കൊതിയുള്ള ആരെങ്കിലും ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ആരുടെയും കലുപിടിക്കേണ്ട, ആരെയും ഫോൺ വിളിക്കേണ്ട, ഒരുത്തരുടെയും റെക്കമെൻഡ് വേണ്ട. തമ്പുരാനാക്കിയ സ്ഥാനത്ത് വിശ്വസ്തനായി നിന്നാൽ നീ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് തേജസ്സിന്റെ ദൗത്യമായി നിന്നെ പുറപ്പെടുവിപ്പിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. ഈ ദൂതനോടാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്തോത്രത്തോടെ ആ ദൂത് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. നീ എന്നും ഒരു മേഖലയിൽ മാത്രം വട്ടം കറങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ആമേൻ. നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിനകത്ത് നിന്നെ ഒതുക്കി തീർക്കാൻ, ആ പ്രത്യേക സർക്കിളിനകത്ത് നിന്റെ ശുശ്രൂഷ ഒതുക്കാൻ, ആ പ്രത്യേക സർക്കിളിനകത്ത് നിന്റെ ദർശനത്തെ ഒതുക്കാൻ, ആ പ്രത്യേക സർക്കിളിനകത്ത് നിന്റെ നിയോഗത്തെയും നിന്റെ നിയമനത്തെയും ഒതുക്കുവാൻ നിനക്കെതിരെ ശത്രു അണിയറയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ തമ്പുരാൻ നിയോഗിച്ചാക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ ശത്രു നിനക്ക് ചുറ്റും വച്ച സകല പരിധികളും പൊട്ടി നീ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് തേജസ്സിന്റെ ദൗത്യമായി നിന്നെ ദൈവം എടുത്തെറിയുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വ്യക്തമായി വചനത്തിലൂടെ ഇടപെടുകയാണ്. തന്റെ മുമ്പിൽ ബഹുമാന പുരസ്സരം കരംകൂപ്പി നിൽക്കുന്ന തന്റെ മകനോട് ആ പിതാവ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് പകരം മഹത്വകരമേറിയ ശുശ്രൂഷയുമായി എവിടേക്ക് പോകണം? തെസ്സലോനിക്കയിലേക്ക്. സമ്മതം മൂളിയ തിമത്തിയോസിനെ മഹാനായ പൗലോസ് ചേർത്ത് നിർത്തി ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അവനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുക. പൗലോസിന്റെ കരമ്പപ്പും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും വാങ്ങി തെസ്സലോനിക്കയിലേക്ക് പോകാൻ തിമത്തിയോസ് തയ്യാറാകുമ്പോൾ പൗലോസ് ഒരു കാര്യം പ്രധാനമായി പറഞ്ഞു, മോനെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ അവരുടെ ഇടയിൽ ചെന്ന് അവിടെ പാർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പ്രബോധിപ്പിച്ച് അവരെ വചനം പഠിപ്പിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീ മറക്കരുത്. അതിനാന്നറിയാമോ? അവരുടെ ബലഹീനത എന്താണെന്ന്, അവരുടെ പോരായ്മ എന്താണെന്ന്, അവരുടെ പരിമിതി എന്താണെന്ന് പ്രാർത്ഥിച്ചു വിവേചിച്ചു വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അത് വാട്സപ്പിൽ ഇടരുത്, അത് പ്രചരിപ്പിക്കരുത്, അത് വേറെ ആരോടും പറഞ്ഞു പരത്തരുത്. അതൊരു റിപ്പോർട്ടാക്കിയിട്ട് താമസമിന ആ റിപ്പോർട്ട് നീ എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. എന്തിനാണ്? ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തെസ്സലോനിക്ക സഭയ്ക്ക് ചിലതെനിക്ക് എഴുതാൻ. ചില നാളുകളായി തെസ്സലോനിക്കർക്ക് ചിലതെഴുതുവാൻ എൻ്റെ അകത്തു വല്ലാത്തൊരു പ്രേരണ, എൻ്റെ അകത്തു വല്ലാത്തൊരു ആത്മനിയോഗം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ തെസ്സലോനിക്കയിലേക്ക് അയക്കുന്നത്. നീ അവരുടെ ഇടയിൽ പാർത്ത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ നീ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്നിലുള്ള വിവേചനവരം ജ്വലിപ്പിച്ചിട്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പരിമിതി എന്താണ്, അവരുടെ ബലഹീനത എന്താണ്, അവരുടെ പോരായ്മ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നീ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് തയ്യാറാക്കണം. എന്നിട്ട് ആ റിപ്പോർട്ട് നീ എൻ്റെ കരത്തിൽ കൊണ്ടുതരണം. പൗലോസിൻ്റെ നിർദ്ദേശാനുസരണം തെസ്സലോനിക്ക സന്ദർശിച്ച തിമത്തിയോസ് അവിടെയുള്ള ദൈവമക്കളുടെ ഇടയിൽ പാർത്ത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ആരുമറിയാതെ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ ബലഹീനതകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ സംശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി,
അവരുടെ പരിമിതികൾ, പോരായ്മ എന്താന്ന് മനസ്സിലാക്കി 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ റിപ്പോർട്ട് എഴുതി. ഏറെക്കാലം കഴിയും മുമ്പ് ആ റിപ്പോർട്ട് തിമോത്തിയോസ് ആരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു? പൗലോസിൻ്റെ കയ്യിൽ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊരിന്തിലിരുന്നു കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് സുന്ദരമായ ഈ 1-ാമത്തെ ലേഖനം എഴുതുന്നത്. മനസ്സിലായോ? പൗലോസിൻ്റെ നിർദ്ദേശാനുസരണം തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ച് തയ്യാറാക്കി കൊടുത്ത മനോഹരമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊരിന്തിലിരുന്നു കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് അദ്ദേഹം ഈ പ്രഥമ ലേഖനം ആത്മനിയോഗത്തോടെ എഴുതുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങ് ദൂരെ കൊരിന്തിലിരുന്നു കൊണ്ട് ഇങ്ങകലെ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് ആത്മനിയോഗത്തോടെ അദ്ദേഹം ഈ 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ, ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ച് പൗലോസിന് 4 ഗംഭീര ലക്ഷ്യങ്ങളാണുള്ളത്. എത്ര ലക്ഷ്യങ്ങളാണ്? 4. ആ ലക്ഷ്യങ്ങളാണ് ഈ ലേഖനത്തിലേക്ക് വല്ലാതെ ഈ ദിവസങ്ങൾ എന്നെ വലിച്ചടിപ്പിച്ചത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വെറുതെ അവരെ ഇളക്കാനല്ല ലേഖനം എഴുതിയത്. വെറുതെ വൈകാരികമായ ഒരു ചലനം അവരുടെ ഇടയിൽ സൃഷ്ടിക്കാനല്ല ലേഖനം എഴുതിയത്. താനൊരു വാഗ്മിയാണ്, താനൊരു പണ്ഡിതനാണ്, താനൊരു എഴുത്തുകാരനാണെന്ന് അവരെ അറിയിക്കാനല്ല ലേഖനം എഴുതിയത്. കൊരിന്തിലിരുന്നു കൊണ്ട് ആത്മനിയോഗത്തോടെ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിനുള്ളത് 4 അതിഗംഭീരമായ ലക്ഷ്യമാണ്. ഈ പ്രാർത്ഥനയുടെ പ്രഥമ പകൽ ഈ വിശുദ്ധ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ തെസ്സലോനിക്ക ലേഖനം നിങ്ങളുടെ നടുവിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ലേഖനത്തിലൂടെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവിനുള്ളത് 4 ലക്ഷ്യങ്ങൾ തന്നെയാണ്. ആ ലക്ഷ്യം നമ്മിൽ സംഭവിക്കുവാൻ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? ആമേൻ. അപ്പോ ഈ വചനം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് വിളംബരം ചെയ്യുമ്പോൾ ഈ വചനത്തെക്കുറിച്ച്, ഈ വചനത്തിലൂടെ എന്നെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്? ഈ വചനത്തിലൂടെ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്? ഈ വചനത്തിലൂടെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്? ഈ വചനത്തിലൂടെ എൻ്റെ തലമുറയുടെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്? അതിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? വചനത്തിൻ്റെ പദ്ധതിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് വചനം നമ്മിൽ ക്രിയ ചെയ്യുന്നത്. ആ ക്രിയയാണ് പിന്നീട് വിടുതലിൻ്റെ പ്രതിഫലനങ്ങളായി വെളിപ്പെടുന്നത്. പെട്ടകത്തോട് ചേർന്നൊരു കൊച്ചിയിറക്കം കിടപ്പുണ്ട്. പേര് ശമൂവേൽ ബാലൻ. അറിയാവല്ലോ ഭാഗം. ദൈവശബ്ദം എന്താണെന്നറിയത്തില്ല. ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ എങ്ങനെ പ്രതികരിക്കണമെന്ന് വശമില്ല. പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ശമൂവേലിനെ യഹോവ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. വിളി കേട്ടവൻ ചാടി കിടന്നിട്ട് ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ? പുരോഹിതൻ പറഞ്ഞു, വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെയും കിടന്നപ്പോൾ വീണ്ടും വിളിച്ചു, ശമൂവേലേ. അവൻ വീണ്ടും പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചു. അവൻ 2-ാമത്തെ തവണ ഓടി വന്നപ്പോൾ ആൾക്ക് പിടികിട്ടി. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇനിയും വിളിച്ചാൽ എൻ്റെ അടുത്തോട്ട് ഓടി വരണ്ട, ഇനി വിളിച്ചാൽ കൈ ഉയർത്തി പറഞ്ഞോണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ ഇതാ. 3-ാമത് വിളിച്ചു. വിളി കേട്ട ബാലൻ പുരോഹിതന്റെ അരികിലേക്ക് ഓടിച്ചല്ലാതെ പുരോഹിതന്റെ നിർദ്ദേശാനുസരണം മുട്ടുകുത്തി കൈപൊക്കി അവൻ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ ഇതാ. ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ അടിയനിതാ എന്ന് സമർപ്പിച്ചു കൊടുക്കാൻ ആ പൈതൽ തയ്യാറായപ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനാക്കി ദൈവം അവനെ കരത്തിൽ പ്രയോജനപ്പെടുത്തിയെങ്കിൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ വചനത്തിലൂടെ എന്നെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണെന്ന് സമർപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്നെക്കുറിച്ചുള്ള സകല പദ്ധതികളും വചനം പുറത്തു കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്നു ഈ ലേഖനം ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുമ്പോൾ
ഈ ലേഖനത്തിലൂടെ എന്നെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ഇന്ന് പകൽ നാളുകളായി ശത്രു കെട്ടിവെച്ചിരിക്കുന്ന നിനക്കെതിരെയുള്ള കെട്ടുകളെ അഴിച്ചു മാറ്റുക എന്നതാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതൊന്ന് സംഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? അല്പനിമിഷം ആത്മാവിലൊന്ന് പോരാടിക്കാട്ടെ. ഓഫ്ലൈനിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അല്പനിമിഷം ആത്മാവിലൊന്ന് പോരാടിക്കാട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ യാത്രയിലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യാത്ത സിറ്റുവേഷനിലായിരിക്കാം, ഒരു പക്ഷേ സ്വസ്ഥമായി പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധയോടെ സംബന്ധിക്കുകയായിരിക്കാം. ഏത് സാഹചര്യത്തിലാകട്ടെ ഇന്ന് പകലും ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം ഇന്ന് പകൽ ഇവിടെ വിളംബരം ചെയ്യുമ്പോൾ ഈ വചനത്തിലൂടെ നിനക്കെതിരെ ശത്രു കെട്ടിയ കെട്ടുകളെ അഴിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ. നിന്റെ ശരീരത്തോട് പോരാടുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളെ ഈ വചനത്തിലൂടെ അഴിച്ചു കളയുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ. നിന്റെ തലമുറകളുടെ ഭാവി മണ്ഡലങ്ങൾക്കെതിരെ ശത്രു കെട്ടിയ കെട്ടുകൾ ആ വചനത്തിലൂടെ അഴിച്ചു മാറ്റുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ. പുതിയൊരു ആത്മപകർച്ച, പുതിയൊരു വെളിപ്പാട്, പുതിയൊരു പ്രകാശനം, പുതിയൊരു അഭിഷേകം ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നിന്റെ മേൽ പകരുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഓ കൃപ 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 കൃപ. ഈ വചനത്തിലൂടെ എന്നെ കുറിച്ചുള്ള ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ വചനത്തിലൂടെ നിങ്ങളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം എന്താണ്? അതിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് 4 ഗംഭീരമായ ലക്ഷ്യങ്ങളാണുള്ളത്. 4 ലക്ഷ്യങ്ങൾ. എത്ര സുന്ദരമാണെന്നറിയാമോ? കോർത്ത മാലയുടെ മുത്ത് ചേർന്ന് കിടക്കുന്ന പോലെ ഒന്നൊന്നിന് ഗംഭീരമായ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യം ഞാനെന്ന് പറയാം. ലക്ഷ്യം 1, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ താൻ പഠിപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. ലക്ഷ്യമല്ലേ? 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. 3, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. 4, യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരത ഉള്ളവരായിരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്ത് നല്ല ലക്ഷ്യങ്ങളായില്ലേ? സന്തോഷമുണ്ടോ ആ ലക്ഷ്യത്തിൽ? അതും പറയാനല്ല ലേഖനം എഴുതിയത്. സ്തോത്രം. ആദ്യം അവരെ പറഞ്ഞു കേൾപ്പിക്കാനല്ല ലേഖനം എഴുതിയത്. കുറെ കെട്ടുകഥകളോ, കുറെ തമാശകളോ, കുറെ പഴംപുരാണങ്ങളോ, കുറെ കോമഡികളോ അവരെ ധരിപ്പിക്കാനല്ല പൗലോസ് ലേഖനം എഴുതിയത്. ഈ ലേഖനം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ 4 ഗംഭീരമായ ലക്ഷ്യങ്ങളാണുള്ളത്. ആ ലക്ഷ്യം ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അപ്പൊ ഈ പകലത്തെ നമ്മുടെ സമയം കഴിയും. 1, അവരെ പഠിപ്പിച്ച, ഇങ്ങനെയാണ് അവിടെയുള്ള യുവവിശ്വാസികളെ താൻ പഠിപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. ആമേൻ. 1ാമത്തെ ലക്ഷ്യം വചനത്തിൽ ഉറപ്പിക്കുക. വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ അവരെ, ഈ ലേഖനം ഞാനിവിടെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ലേഖനത്തിലൂടെ നമ്മെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പ്രഥമ ലക്ഷ്യം അത് തന്നെയാണ്. വചനത്തിൻ്റെ നിർമ്മലമായ അടിസ്ഥാന ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തരായി നിൽക്കുക. 1 ആണ്ടല്ല, 10 ആണ്ടല്ല, 5 ആണ്ടല്ല, ആയുസിന്റെ അന്ത്യനിമിഷം വരെ അങ്ങനെ വിശ്വസ്തരായി നിൽക്കുക. ആ തീരുമാനം അകത്തുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആരൊക്കെ മാറിയാലും, ഏതൊക്കെ മാറിയാലും, എന്തൊക്കെ മാറിയാലും
തൊണ്ടക്കുഴിയിൽ ശ്വാസമുള്ള അവസാന നാളോളം വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് പ്രതിജ്ഞയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആ തീരുമാനമുള്ള ദൈവത്തിൻ്റെ പൈതലേ, ഒരിടത്തും നീ പരാജയപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ഒരു കാര്യം ഞാൻ പ്രധാനമായി കൂട്ടിച്ചേർക്കാം. വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവൻ ഒരിടത്തും നാണം കെടാൻ, ഒരിടത്തും അപമാനിതനാകാൻ, ഒരിടത്തും നിന്ദിതനാകാൻ, ഒരിടത്തും പരാജിതനാകാൻ, ഒരിടത്തും അവൻ്റെ തല കുനിയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട കരങ്ങൾ ഉയർത്തി. പലയിടത്തും നീ പരാജയപ്പെടുന്നത് കാണാൻ, പലയിടത്തും നീ നാണം കെടുന്നത് കാണാൻ, പലയിടത്തും നിന്റെ തല കുനിയുന്നത് കാണാൻ, പലയിടത്തും നീ അപമാനിതനാകുന്നത് കാണാൻ, നിന്റെ പ്രതിയോഗിയായവൻ അണിയറയിൽ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുമ്പോൾ വചനത്തിന്റെ പവിത്രമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവപൈതലേ, ജീവിതത്തിന്റെ ഒരു മേഖലകളിലും നിന്റെ തലകുനിയുവാൻ, നീ പരാജിതനാകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് വചനത്തിലൂടെ ആത്മാവിന്റെ മകൻ ഉറപ്പ് തരികയാണ്. ആമേൻ. ആ തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചിട്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കൊള്ളാവുന്നവനായി ശ്രമിക്കാം. എന്ത് പ്രസംഗിച്ചിട്ട്? സത്യവചനത്തെ യഥാർത്ഥം. അപ്പൊ ഈ ലേഖനം താൻ എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള പൗലോസിന്റെ പ്രഥമ ലക്ഷ്യം അവരെ പഠിപ്പിച്ച വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. അപ്പോൾ നിസ്സംശയം ഞാൻ പറയാം, ഒരു മാസം തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് ഒരു മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ പഠിപ്പിച്ചത് കഥയല്ല, ആട്ടമല്ല, പാട്ടല്ല, കോമഡിയല്ല. ഒരു മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ്? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങളെ കുറിച്ച്. എനിക്ക് എഴുതി വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, ഭയങ്കര ആനന്ദം തോന്നി. കൊള്ളാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ പുൽപ്പിട്ടി കാണുന്നത്. ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. സ്തോത്രം. ഒരു മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ പൗലോസ് പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങളാണ്. ഇത് കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് അവരെ വിട്ട് എവിടേക്ക് പോയത്? കൊരിന്തിലേക്ക്. ഈ കൊരിന്തിൽ ചെന്ന് പാർക്കുമ്പം പൗലോസിന്റെ മനസ്സ് വല്ലാതെ ഇളകുകയാണ്, നീറുക. ഒരപ്പൻ്റെ മനം നീറുന്നത് പോലെ, ഒരമ്മയുടെ ഹൃദയം പിടയുന്നത് പോലെ പൗലോസിന്റെ ഹൃദയം നീറിപ്പിടയുകയാ. ആരെ ഓർക്കുമ്പോഴാ? ഒരു മാസം താൻ വചനം പഠിപ്പിച്ച തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ ഓർക്കുമ്പോൾ ഹൃദയം നീറാനുള്ള കാരണം എന്താ? ഞാൻ പണ്ട് ഹൗവയെ സർപ്പ ഉപായത്താൽ ചതിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിനോടുള്ള നിഷ്കളങ്കത വിട്ട്, നിർമ്മലത വിട്ട്, ഏകാഗ്രത വിട്ട് അവരുടെ ഹൃദയം വഷളായി പോകുമോ? മാത്രമല്ല, ഞാൻ മെനക്കെട്ട് പ്രാർത്ഥിച്ചവരെ പഠിപ്പിച്ച വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യം വിട്ട് അവരുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് പൗലോസ് അവരെ ഓർത്ത് ആശങ്കപ്പെടുകയാണ്. ആത്മനിയോഗത്തോടെ കൊരിന്തിലിരുന്നുകൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം താൻ അവരെ ആത്മാവിൽ പഠിപ്പിച്ച വചനത്തിൻ്റെ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുക.
നമുക്ക് വെച്ചുകെട്ടുകളൊന്നും വേണ്ട പ്രിയരെ, ആരവങ്ങളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, നാട്യങ്ങളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, നാടകങ്ങളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, കാപട്യങ്ങളൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ഒന്നുമില്ലേലും കത്തിച്ചു വെച്ച സ്ഥാനത്ത് മെഴുകുതിരി എരിയുന്നത് പോലെ എരിഞ്ഞു തീരേണ്ടി വന്നാലും വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിനു വേണ്ടി അന്ത്യം വരെ വിശ്വസ്തരായി നിൽക്കാം. അത് നമ്മുടെ തീരുമാനമാകട്ടെ, അത് നമ്മുടെ പ്രതിഷ്ഠയാകട്ടെ. ഓ കൃപ 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 കൃപ. ഇവിടെ നമുക്ക് പദവി കിട്ടുന്നതിനേക്കാൾ, ഇവിടെ നമുക്ക് സമ്പത്ത് കിട്ടുന്നതിനേക്കാൾ, ഇവിടെ നമുക്ക് ധനം കിട്ടുന്നതിനേക്കാൾ സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഒന്നുമില്ലേലും അന്ത്യം വരെ വചനത്തിന്റെ നിർമ്മലമായ ഉപദേശത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവരെയാണ്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീശാഗോപുരത്തിൽ നിന്ന് രാജാവ് തൻ്റെ പ്രജകളെ വീക്ഷിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്നും ദൈവം നോക്കുക. വചനത്തിൻ്റെ ഉപദേശ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വിശ്വസ്തന്മാരുണ്ടോ? അവൻ്റെ തൃക്കണ്ണിൽ നമുക്ക് ഒരു വിശ്വസ്തനായി മാറാം. ഈ ലേഖനം എഴുതുമ്പോൾ തനിക്കുള്ള രണ്ടാമത്തെ ലക്ഷ്യം ഒന്നുപോലെ ഗംഭീരമാണ്. കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുക. ആർക്ക്? കർത്താവിന്. അപ്പോൾ ഈ ലേഖനത്തിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അതുതന്നെയാണ്. കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഹൃദയ വിചാരങ്ങളിലുമൊക്കെ നമ്മൾ ബലഹീനരാണ്. ദൈവത്തോട് ഹൃദയംഗമായിട്ടൊന്നും പറയാം, അങ്ങേക്ക് പ്രസാദമുള്ളൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാണത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. മഹാരാജാവിൻ്റെ ആത്യന്തികമായ കൽപ്പനയാണത്. തന്നെ ആരാധിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന തൻ്റെ മക്കളോട് ഒരു കാര്യം മാത്രമാണ് ദൈവം ആജ്ഞാപിക്കുന്നത്: ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ സ്വാധീനം കൊണ്ടൊന്നും നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. എത്ര പരിശ്രമിച്ചാലും പറ്റത്തില്ല. മാനുഷികമായി വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. ഭക്തർക്ക് പാർപ്പാൻ യോഗ്യമല്ലാത്ത വക്രതയും കോട്ടവും നിറഞ്ഞ മൂല്യച്യുതി ബാധിച്ച ഈ വല്ലാത്ത തലമുറയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കോട്ടവും വക്രതയും നിറഞ്ഞ ദുഷ്ടലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള എല്ലാ കൃപകളും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേൽ പകരും. ആമേൻ. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. അപ്പം നമ്മുടെ ജീവിതം ആർക്ക് പ്രസാദമായിരിക്കണം? ദൈവത്തിന്. നമ്മൾ പലരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ? ഞാനടക്കം. അതൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ സഹായിക്കുന്നവരോട്, നമ്മുടെ ബലഹീനതയിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരോട് നമുക്ക് ബഹുമാനവും കടപ്പാടും ആദരവും ഒക്കെ ഉണ്ടാവണം.
പക്ഷേ അവരെ പ്രസാദിപ്പിക്കാനാകരുത് നമ്മുടെ ആത്മീയ ജീവിതം, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിരിക്കും. പവിഴ നിറമുള്ള കോമളരൂപിയായ സുനേത്രനായ അഭിഷേക തൈലത്തിൻ്റെ നനവ് തലയിലുള്ള ഒരിടയച്ചിറക്കൻ കുറച്ചു കാലം മുമ്പ് പാടിയൊരു പാട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ഒരു ദൈവവൈതലിന് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഇവിടെ നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ പ്രസാദമില്ലെങ്കിൽ നമ്മെപ്പോലെ അരിഷ്ടർ മറ്റാരുമില്ല. മറുവശം ഇവിടെ നമുക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ടെങ്കിൽ നമ്മെപ്പോലെ ഭാഗ്യമുള്ളവർ വേറാരുമില്ല. അതുകൊണ്ട് ഹൃദയമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം, അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാൻ അങ്ങയുടെ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലേഖനം എഴുതുമ്പോൾ തനിക്ക് മൂന്നാമത്തെ ലക്ഷ്യം, അത് നിങ്ങളുടെ പറഞ്ഞ് നമുക്ക് നിർത്താം. മൂന്നാമത്തെ ലക്ഷ്യം അത് ഇച്ചിരി ഡിഫറൻ്റ് ആണേ. ഇതെന്നിൽ ഇച്ചിരി ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു ലക്ഷ്യമാണ്. മൂന്നാമത്തെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പം തെസ്സലോനിക്കരെ കുറിച്ച് ഞാൻ പടുത്തുയർത്തിയ സങ്കല്പമെല്ലാം ഇടിഞ്ഞു പോയി. പിന്നെ ഞാൻ പണിതു. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. ഇവര് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഒക്കെ സമ്പന്നരാണെങ്കിലും ഇവർക്ക് ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. അതെന്നാണെന്നറിയാമോ? മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം. അതിപ്പോൾ തെറ്റ് പറയാൻ പറ്റുമോ? മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? ദുഃഖമുണ്ട്. അത് സാർവലൗകികമാണ്, അല്ലേ? മരിച്ചുപോയവരെ കുറിച്ച് ഓർത്ത് തുള്ളിച്ചാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമായ കുഴപ്പമുണ്ടവനെ നേരെ കൊണ്ടുപോയാൽ മതി. തിരുവനന്തപുരത്തൊരു സ്ഥലമുണ്ട്. മരിച്ചുപോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. അമ്മ മരിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പം, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമൊന്നുമല്ല. അമ്മ മരിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കെന്താണ്? ദുഃഖമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ദുഃഖം മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിച്ചുപോയ എൻ്റെ അമ്മയെ ഒരിക്കൽ തേജസ്സോടെ കാണാമെന്ന പ്രത്യാശ എൻ്റെ അകത്ത് ഭരിക്കുമ്പോഴാണ് എൻ്റെ ദുഃഖം മാറുന്നത്. ഇവിടെയാണ് തെസ്സലോനിക്കരുടെ പ്രശ്നം. മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം എന്നാണെന്നറിയാമോ? ഈ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാ. വളരെ പ്രത്യാശയോടെ ഓരോ ദിവസവും ആരുടെ വരവ് കാത്തിരുന്നവരാണ്? യേശുവിൻ്റെ വരവ് കാത്തിരുന്നവരാ തെസ്സലോനിക്കയിലുള്ളവർ. അപ്പോൾ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നിട്ട് അത് കാണാൻ കഴിയാതെ അവരിൽ ചിലര് മരണപ്പെട്ടു. കേട്ടോ? ആ മരിച്ചുപോയവരുടെ ഭാവി എന്താകുമെന്ന് ഓർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ആത്മാവ് എവിടെ ചെല്ലുമെന്ന് ഓർക്കുമ്പോഴാണ് തെസ്സലോനിക്കർക്ക് എന്ത് ദുഃഖം. അപ്പം മനസ്സിലായോ? കാരണം പുനരുത്ഥാനത്തെ പോലും മറിച്ച് കളയുന്ന ദുരുപദേഷ്ടാക്കന്മാർ ദൈവസഭയ്ക്കകത്ത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ തെസ്സലോനിക്കയിലുള്ള ചിന്ത, ഈ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തുള്ളതാണ്. വരവ് കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയവരുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് അറിവില്ല. അത് ഓർക്കുമ്പോൾ അവർക്ക് ആശങ്കയാണ്. അതാണ് അവരുടെ ദുഃഖത്തിൻ്റെ കാരണം. യേശുവിൻ്റെ വരവ് കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയവരുടെ ഭാവി എന്താകും, അവരുടെ ആത്മാവ് എവിടെ ചെല്ലുമെന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ പൗലോസ് ആശ്വസിപ്പിക്കുന്നത് കഥ പറഞ്ഞല്ല, തമാശ പറഞ്ഞല്ല, കോമഡി പറഞ്ഞല്ല, പാട്ടുപാടിയല്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത് മാറ്റമില്ലാത്ത വചനത്തിന്റെ ഉപദേശത്തിലൂടെയാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവരെ പൗലോസ് ആശ്വസിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന വചനം 4:13 തൊട്ടാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ
ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെറും നിദ്രയല്ല, വിശുദ്ധിയോടെ ജീവിച്ച് യേശുവിൻ്റെ വരവ് കാണാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ നിദ്രയെക്കുറിച്ച് നാം അറിവുള്ളവരാണ്. എന്താണ് അവരെക്കുറിച്ചുള്ള അറിവ്? ഈ വാക്യം നമ്മൾ വിശദീകരിച്ച് പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ വിശുദ്ധന്മാർക്ക് സംഭവിക്കുന്ന ഉയർപ്പിൻ്റെ 5 മൗലിക തത്വങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് വാക്യത്തിലുണ്ട്. ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ പ്രത്യാശയോടെ കാത്തിരുന്നിട്ടത് കാണാൻ കഴിയാതെ മരിച്ചുപോയവരുടെ ഭാവി എന്താകുന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കരെ, പൗലോസ് ആശ്വസിപ്പിക്കുന്ന വചനം കണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്തത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഒരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു, നിങ്ങൾ മിണ്ടിയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ വരവ് കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയവരുടെ ഭാവി എന്താകുമെന്നോർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്ന തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പൗലോസ് ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ആശങ്കപ്പെടേണ്ടെന്ന്. അവിടുത്തെ വരവ് കാത്തിരുന്നിട്ട് കാണാൻ കഴിയാതെ മരിച്ചുപോയവരുടെ ഭാവി എന്താകുമെന്നോർത്ത് നിങ്ങൾ തകരണ്ട, നിങ്ങൾ തളരണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ ആകുലപ്പെടണ്ട, നിങ്ങൾ കരയണ്ട. നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോട് കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവരുടെ ആശങ്കയെ പിടിച്ച് ദൂരോട്ട് കളയുക, അടിവേരോടെ പറിച്ചെറിയുകയാ. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, അതാണ് ഉയർപ്പിൻ്റെ ഓർഡർ, ഉയർപ്പിൻ്റെ ക്രമം. അതാ പൗലോസ് മേളത്തെ വാക്യത്തിൽ പറയുന്നത്, മരിച്ചവർക്ക് നാം മുൻപാകെ ഇല്ല. മനസ്സിലായോ? ഉയർപ്പിൻ്റെ ക്രമമെന്ന് പറയുന്നത് കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം ഉയർക്കുന്നത്, ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്നും യുവാക്കളാകുന്ന മഞ്ഞ് പൊഴിയുന്നത് പോലെ കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം ഉയർക്കുന്നത് മരിച്ച വിശുദ്ധന്മാർ. അവർ ഉയർക്കുമ്പോൾ ഇപ്പുറത്തൊരു പ്രക്രിയ നടക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. എന്നിട്ട് രണ്ട് വഴിക്കല്ല പോകുന്നേ. ഇവിടൊക്കെ ഉള്ള 2 വഴി, 6-7 വഴിക്കാണ് പോകുന്നത്. രണ്ട് വഴിക്കല്ല പോകുന്നത്. അവർ ഉയർക്കും, നമ്മൾ എന്നിട്ട് 2 കൂട്ടരും ഒന്നിച്ചിട്ട് ഒറ്റ പോക. എങ്ങോട്ടാ? ആകാശമേഘങ്ങളിലേക്ക്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ചന്ദ്രനിലേക്ക് നമ്മൾ പേടകം അയച്ചില്ലേ? എത്ര മണിക്കൂറായി എടുത്തത് അവിടെ ചെല്ലാൻ? ഒരുപാട് മണിക്കൂറുകളും ദിവസങ്ങളും എടുത്തില്ലേ? ഉയർത്ത വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്നവർ ഒരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് പോകാൻ മണിക്കൂറുകൾ വേണ്ട, ദിവസങ്ങളും യാമങ്ങളും വേണ്ട. നോടി നേരത്തിനുള്ളിൽ കണ്ണി വെക്കുന്നതിനിടയിൽ കൃപ 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 ആ ജീവന്റെ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾ ഇന്ന് പകലിനെ കേൾക്കുന്നെങ്കിൽ ആത്മാവിലൊന്ന് സന്തോഷിക്കൂ. എത്ര പ്രത്യാശയുടെ ഉടമസ്ഥരാണ് നമ്മൾ! എത്ര ഭാഗ്യകരമേറിയ പ്രത്യാശയുടെ ഉടമസ്ഥരാണ് നമ്മൾ! നമ്മെ പോലെ സന്തോഷമുള്ള നന്മ ലഭിച്ച ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? സൈമൺ സാറിൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി
പോയിടും നിൻ മാർഗമൂഹിക്കാവതോ. കാണും അനുജഗണനയും അതിശയിച്ചുയരും വിധൗത്തവ ഭാഗ്യമഹിമയെ വാഴ്ത്താൻ ആവതോ. റോക്കറ്റ് വേണ്ട പോകാൻ, മറ്റ് വേഗമേറിയ വാഹനങ്ങൾ വേണ്ട പോകാൻ. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന നാമും ഒരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് പറക്കും. ഇത് കെട്ടുകഥയല്ല, ഇത് പഴങ്കഥയല്ല, ഇത് ഐതിഹ്യമല്ല, ഇത് കേവലം ഒരു മനക്കോട്ട കെട്ടിയുള്ള വാക്കല്ല. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരുമിച്ച് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. എന്തിനാ എടുക്കപ്പെടുന്നത്? നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവിനെ എതിരേൽപ്പാൻ. ആമേൻ. യോബ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. ഞാൻ അവനെ കണ്ടിട്ടില്ല, ഞാൻ അവനെക്കുറിച്ചൊരു വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. അടുത്തത് എഴുതിയിരിക്കുന്നത് കാണുക മാത്രമല്ല, അങ്ങനെ നാം അവനോട് കൂടെ ഇരിക്കും. ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. അപ്പം നമ്മെ ആശ്വസിപ്പിക്കുവാൻ വചനത്തിന് കഴിവെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ ഏത് പ്രതിസന്ധികളിലും നിനക്കിറങ്ങി വന്ന ആശ്വാസം പകരാൻ ഈ വചനത്തിന് കഴിയുമെന്ന്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ അപ്പൻ വേണ്ട, നിന്നെ ആശ്വസിപ്പിക്കുവാൻ അമ്മ വേണ്ട, നിന്നെ ആശ്വസിക്കുവാൻ ഭാര്യയും ഭർത്താവോ മക്കളോ വേണ്ട, നിന്നെ ആശ്വസിപ്പിക്കുവാൻ മറ്റാരും വേണ്ട. നിന്നെ ആശ്വസിപ്പിക്കുവാൻ നീ മാറോട് അടക്കി പിടിച്ചിരിക്കുന്ന ഈ ജീവന്റെ വചനം മാത്രം മതി. ജീവിതത്തിൻ്റെ സമരമുഖങ്ങളിൽ, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ, ജീവിതത്തിൻ്റെ കയ്പുകളിൽ, ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ വചനത്തിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ഏത് പ്രശ്നത്തിലും ആ പ്രശ്നത്തിനനുസരിച്ച് നമുക്ക് ആശ്വാസം തരാൻ വചനത്തിന് കഴിയുമെന്ന്. നീ രോഗിയാണോ? രോഗത്താൽ ഭാരപ്പെട്ട ആശ്വാസമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വചനം നിനക്ക് ആശ്വാസം തരുന്നത്. സാരമില്ല, പോട്ടമോനെ പോട്ടമോളെ എന്നല്ല, മനുഷ്യനായി പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉണ്ടാകുമെന്നല്ല, സഹിച്ചോ കുഴപ്പമില്ല എന്നുള്ളതല്ല, മരുന്ന് കുടിച്ചാൽ മാറുമെന്നല്ല, ഓപ്പറേഷൻ ചെയ്താൽ മാറുമെന്നല്ല. രോഗത്തിൻ്റെ കഠിനതയിൽ ഭാരപ്പെട്ട് നിന്റെ ആശ്വാസം പോയിരിക്കുന്നുവെങ്കിൽ വചനം നിനക്ക് ആശ്വാസം നൽകുന്നത്, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ, എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കീമോയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്, ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ കഴിയാത്തത്, ബൈപ്പാസിന് ചെയ്യാൻ കഴിയാത്തത്, റേഡിയേഷന് ചെയ്യാൻ കഴിയാത്തത്, ആമേൻ, വചനത്തിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തിയാൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ ഇന്ന് പകൽ അഴിയട്ടെ. ഓപ്പറേഷനുകൾ അസാധുവാകട്ടെ. ഓ കൃപ 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 കൃപ. നീ ഒരു രോഗിയാണെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ മുദ്ര കുത്തിയിരിക്കുന്നു. വചനം ഇന്ന് പകൽ നിന്നോട് പറയുന്നത്, ഒരു മരുന്നും കൂടാതെ സമ്പൂർണമായി നിന്നെ സൗഖ്യമാക്കാൻ എൻ്റെ വചനത്തിന് കഴിയും. ആമേൻ. ഈ ലേഖനം എഴുതുമ്പോൾ 4-ാമത്തെ ലക്ഷ്യം പറഞ്ഞു നിർത്താം. കർത്താവിന് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ എന്ത് വേണം? സ്ഥിരത. ആഗോള വ്യാപകമായ ആ സ്ഥിരത എന്ത് ചെയ്തു? സ്ഥിരത പോയതിൻ്റെ പ്രതിഫലനമാണ് സംഭവിക്കുന്ന സകല മൂല്യച്യുതിയും. സംഭവിക്കുന്ന സകല മൂല്യച്യുതിയുടെ പിമ്പിലെ രഹസ്യം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ വിളക്കിലെ എണ്ണ തീർന്നത്, വിളക്ക് കരിന്തിരി കത്തുന്നത്, കാത്തിരുന്നവർ പലരും പല വിഷയങ്ങൾ ഉറങ്ങിപ്പോയത്, വരവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത പോയി. സ്ഥിരത നഷ്ടപ്പെട്ട പിന്നെ വട്ട കാണിക്കുന്ന എന്താണെന്നറിയത്തില്ല. അവന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത നഷ്ടപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ
വിളക്കിൽ എണ്ണയില്ലാത്ത ഉറങ്ങിപ്പോയ കന്യകമാർക്ക് തുല്യരാ. അവൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത നമ്മുടെ അകതാരിലുണ്ടെങ്കിൽ വിളക്കിൽ എണ്ണ നിറച്ച ബുദ്ധിയുള്ള കന്യകമാർക്ക് സമരാണ്. ഓ, മണവാളൻ്റെ ആർപ്പുവിളി ഏതർത്ഥരാത്രിയിലാണ് മുഴങ്ങുന്നറിയത്തില്ല. നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. അപ്പോൾ തെസ്സലോനിക്ക ലേഖനം പൗലോസ് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. തെസ്സലോനിക്ക ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള 4 ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും തെസ്സലോനിക്ക ലേഖനത്തിലെ ഗംഭീരമായൊരു പ്രതിപാദ്യ വിഷയമുണ്ട്. അത് ഞാൻ രാത്രി പറയാം. അത് പറഞ്ഞിട്ട് ഈ വായിച്ച വാക്യത്തിൽ ഗൗരവമേറിയ 8 പ്രബോധനങ്ങളുണ്ട്. അത് രാത്രിയിൽ ചിലത് നമുക്ക് ചിന്തിക്കാം. 8 നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, ചിലത് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ ലേഖനം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാതി വഴിയിൽ നാം എത്തി. നമ്മെ ഒന്ന് സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാം. ദൈവത്തിന് പ്രസാദമുള്ളൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ ഏൽപ്പിക്കാം. ഗ്ലോറി. നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ വിദൂര ഭാവിയിൽ പ്രത്യാശയോടെ കാണാമെന്ന വലിയ പ്രത്യാശയാൽ നമുക്ക് നിറയാം. യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരത നഷ്ടപ്പെടാതെ സ്ഥിരതയുള്ളവരായി മുൻപോട്ട് പോകാം. പിതാവേ, ഈ ലേഖനത്തിലൂടെ നിന്റെ മക്കളോട് സംസാരിച്ചല്ലോ. രാത്രിയിലും ബാക്കി ഭാഗം ഒരുമിച്ച് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പകൽ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം.